നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊരു ജോബ് കിട്ടി, അതും മന്ത്ലി സാലറി 4000 യൂറോ മുതൽ 7000 യൂറോ വരെ. ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ 3,60,000 രൂപ മുതൽ 6,03,000 വരെ. അതും യൂറോപ്പിൽ ലക്സംബർഗ് പറഞ്ഞ ചെറിയ രാജ്യത്ത്. ഞാനിപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് അൺറിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ബട്ട് യെസ്, ഇറ്റ്സ് റിയൽ. ബട്ട് ഒരു കാര്യം ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഇതൊരിക്കലും ഒരു ഈസി പ്രോസസ്സ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു ഷോർട്ട് കട്ടും അല്ല. ലക്സംബർഗിൽ ജോബ് കിട്ടാനായിട്ട് നമുക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എംപ്ലോയർ സ്പോൺസർഷിപ്പ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. ഈ ഒരു റാൻഡം ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചാൻസസ് വളരെ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി, അതായത് എങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടുക എന്നുള്ളതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ തരുന്നതായിരിക്കും. സോ നിങ്ങൾ ആ ഒരു ഫോർമുല ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസസ് എന്ന് പറയുന്നത് വളരെ ഹയർ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്പിലെ ഏറ്റവും അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രീനെ കുറിച്ചിട്ടാണ്, അതായത് ലക്സംബർഗ്, LU. പലരും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ജർമ്മനി, അതുപോലെ തന്നെ ഫ്രാൻസ്, ബെൽജിയം ഇങ്ങനത്തെ കൺട്രീസിലാണ്. ബട്ട് എന്തുകൊണ്ട് ലക്സംബർഗ്? ലെസ് കോമ്പറ്റീഷൻ പ്ലസ് ഹൈ സാലറി പ്ലസ് ഫാസ്റ്റ് പ്രോസസ്. നമുക്ക് നല്ല സാലറി നൽകുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ നമുക്കറിയാം യൂറോപ്പിലെ ഒരു 1 ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസിൽ ഒന്നാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. ആദ്യം എന്തായാലും നമുക്ക് ഈ ഒരു സാലറിയും ബെനിഫിറ്റും നോക്കി നോക്കാം. ലെറ്റ്സ് ബി റിയൽ. ഈ ഒരു അബ്രോഡ് പോയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, മെയിൻ റീസൺ എന്ന് പറയുന്നത് നല്ലൊരു സാലറി പ്ലസ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലക്സംബർഗിൽ നമുക്ക് ഒരു ആവറേജ് സാലറി ആയിട്ട് 4000 യൂറോ മുതൽ 7000 യൂറോ വരെയാണ് സാലറി കൊടുക്കുന്നത്. ഇന്ത്യൻ മണിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3.6 lakhs to 6.3 lakhs വരെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലോ ആയിട്ടുള്ള ടാക്സ് റേറ്റ് ഉള്ള ഒരു രാജ്യമാണ് ലക്സംബർഗ്. സോ അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് നയിക്കാൻ പറ്റിയ രാജ്യവും. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ്. സോ നല്ലൊരു സാലറിയും കിട്ടും, ലോ ടാക്സ് ആണ്. സോ നല്ല സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് പേഴ്സൺ ആണ്. സോ ഇനി ഇങ്ങനെ ലക്സംബർഗിക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു കൺട്രിയിൽ മാത്രമല്ല എത്തുന്നത്, യു എൻ്റർ ഫുൾ യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്. നമുക്കറിയാം ലക്സംബർഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെങ്കൻ കൺട്രിയാണ്. സോ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ടുള്ള 29 ഷെങ്കൻ കൺട്രീസിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂ ഇയേഴ്സ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ PR നമുക്ക് നേടിയെടുക്കാൻ പറ്റും, പെർമനന്റ് റെസിഡൻസ് വരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ നമ്മൾ ലക്സംബർഗിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു. സോ ഇനി എന്തായാലും നമ്മൾ ചെയ്യണ മിസ്റ്റേക്സ്, ലക്സംബർഗിൽ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ജോബ് കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യണ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ആദ്യത്തെ കാര്യം പറയുന്നത്, നമ്മൾ സെയിം CV നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് നമ്മൾ ചെയ്യണില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്സ് ഏതാണോ അത് നമ്മൾ ഫോക്കസ് ചെയ്യണില്ല എന്നുള്ളതാണ്. ഈ ഒരു ലക്സംബർഗിൽ ഡിമാൻഡ് ആയിട്ടുള്ള ജോലികൾ എന്ന് പറയുകയാണെങ്കിൽ IT സോഫ്റ്റ്വെയർ, ഫിനാൻസ്, അക്കൗണ്ടിങ്, എഞ്ചിനീയറിങ്, ലോജിസ്റ്റിക്സ്, ഹെൽത്ത് കെയർ, ഇതൊക്കെയാണ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകൾ. സോ നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ യുവർ ചാൻസസ് ആർ മച്ച് ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും വിസ പ്രോസസ്സ് എങ്ങനെ നോക്കി നോക്കാം. അതായത് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് പറയുന്നത് വളരെ സിമ്പിളാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗെറ്റ് എ ജോബ് ഓഫർ. ഒരു ജോബ് ഓഫർ നമ്മൾ നേടിയെടുക്കണം അവിടുന്ന് ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. അതിനുശേഷം രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് പറയുക, ഈ ഒരു എംപ്ലോയർ ഈ ഒരു വർക്ക് ഓതറൈസേഷന് അപ്ലൈ ചെയ്യും. അത് എംപ്ലോയർ ചെയ്യണ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ D വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ് വരിക. പിന്നെ നമ്മൾ ഇങ്ങനെ ലക്സംബർഗിൽ എത്തിയിട്ട് നമ്മൾ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എംപ്ലോയർ ചെയ്തു തരും. ഓക്കെ, സോ ഇതാണ് ഒരു പ്രോസസ്സ് വരിക. ബട്ട് ചില ജോബ്സിനനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിരിക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള CV യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ യൂറോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു യൂറോപാസിൻ്റെ CVയും ഒരു യൂറോപാസിൻ്റെ കവർ ലെറ്ററും നിങ്ങൾ യൂസ് ചെയ്യണം. 100% അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. സോ ഈ ഒരു CVയും കവർ ലെറ്ററും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അവിടെ ഓരോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നമ്മളെ CV നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. സോ എനിക്ക് നല്ല നല്ല ഇൻ്റർനാഷണൽ ഏജൻസികൾ എനിക്ക് നോക്കാൻ പറ്റും, ഹോസ്പിറ്റൽസ് നോക്കാൻ പറ്റും, പല ഗവൺമെൻറ് സെക്ടേഴ്സിലേക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ എയർപോർട്ടുകൾ, അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഞാൻ ഏത് സെക്ടറിലേക്കാണോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊരു എയർപോർട്ട് സെക്ടറിൽ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ CV എപ്പോഴും
അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം, അതിനനുസരിച്ചുള്ള കീവേഡ്സ് വേണ്ടി വരും. ഓക്കെ, സോ അത് പോയിട്ട് ഒരിക്കലും ഞാനൊരു റെസ്റ്റോറൻറ്റ് സെക്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചാൻസസ് വളരെ കുറവാണ്. സോ ഓരോ ജോബിനും അതിനനുസരിച്ച് നിങ്ങൾ CV ഉണ്ടാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി നിങ്ങളൊരു 20-30 അപ്ലിക്കേഷൻസ് നിങ്ങൾ സെൻഡ് ചെയ്യുക. നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ മാത്രമല്ലേ വരുന്നുള്ളൂ. നമ്മൾ ഇനി CV അതിനനുസരിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് കൂടുതൽ വേണ്ടി വരും. അത്രയും നമുക്ക് വരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കീവേഡ്സ് നമ്മളെപ്പോഴും ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിലുള്ള കീവേഡ്സ് നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കാണുന്നത് യുവേഴ്സ് പോർട്ടലാണ്, യൂറോപ്പിലത്തെ ഒരു നമ്പർ 1 ജോബ് പോർട്ടലാണ്. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഡ്രൈവർ എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലക്സംബർഗ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ നമുക്കിവിടെ സ്റ്റോക്ക് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഡ്രൈവർ ഒന്ന് കാണാൻ പറ്റും. സോ നമുക്കിവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും ഇതിൻ്റെ. ഓക്കെ, ഇത് നമുക്ക് വേറെ ലാംഗ്വേജിലാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളത് നിങ്ങൾ അടിച്ചാൽ മതി. ഓക്കെ, അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് കോപ്പി ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ChatGPT കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. കീവേഡ്സ് വേണമെന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ ജോബിനും നിങ്ങൾ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് നല്ല കീവേഡ്സ് നിങ്ങളുടെ CV നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ പറയുന്നത്, നമുക്ക് ഈ ഒരു LinkedIn വഴിയൊക്കെ നമുക്ക് ഒരുപാട് റിക്രൂട്ടേഴ്സായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലക്സംബർഗിൽ അവിടെയുള്ള എംപ്ലോയേഴ്സായിട്ട് അവരെ കണക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത ശേഷം നമ്മളൊരു ഫോളോ അപ്പ് നടത്തുക. ഓക്കെ, കറക്റ്റായിട്ടുള്ളൊരു ഫോളോ അപ്പ് നടത്തുക. സോ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇത് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സോ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി ഈ ഒരു ജോബ് സെർച്ചിങ്ങിൻ്റെ കുറച്ച് ഐഡിയാസ്, ജോബ് നമ്മൾ നേടിയെടുക്കാനുള്ള ഐഡിയാസാണ് നമ്മൾ പറയാൻ പോണത്. നിങ്ങളെപ്പോഴും LinkedIn മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. നമുക്ക് ഒരുപാട് ലക്സംബർഗിൽ ജോബ് എടുക്കണ ഒരുപാട് നല്ല നല്ല ജോബ് പോർട്ടൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ jobs.lu ലക്സംബർഗത്തെ ഒരു ഒഫീഷ്യൽ ജോബ് പോർട്ടലാണ്. പിന്നെ അതുപോലെ തന്നെ ADEM അതും ഈ ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് പോർട്ടലാണ്. പിന്നെ നിങ്ങൾക്ക് LinkedIn യൂസ് ചെയ്യുക, ഇൻഡീഡ് ലക്സംബർഗ് യൂസ് ചെയ്യുക, ഗ്ലാസ് ഡോർ യൂസ് ചെയ്യുക, മൂവി ജോബ്സ് യൂസ് ചെയ്യുക, പിന്നെ യുവേഴ്സ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ട്രസ്റ്റബിൾ പോർട്ടൽസ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ കറക്റ്റായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്ട്രാറ്റജി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കറക്റ്റായിട്ട് ജോബിന് അപ്ലൈ ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് CV നിങ്ങൾ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് CVയും യൂറോപ്പാസിൻ്റെ കവർ ലെറ്ററും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നോക്കി നിങ്ങൾ ഉണ്ടാക്കുക. സോ ഇനി നിങ്ങൾ ഇതും കൂടി ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ലക്സംബർഗിൽ സെറ്റിലായി, നല്ല സാലറി, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഫ്യൂ ഇയേഴ്സ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടും. യൂറോപ്പ് മുഴുവൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. ഓക്കെ, ലക്സംബർഗ് ഈസ് നോട്ട് ഈസി ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, അതായത് റൈറ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, റൈറ്റ് ടൈമിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ് റോള് എങ്ങനത്തെയാണ്, എക്സ്പീരിയൻസ് എത്ര ഉണ്ട്, അതൊക്കെ നിങ്ങൾ കമൻസിൽ ചെയ്യുക. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. എന്നെ ഇൻസ്റ്റയിൽ വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.